നമസ്കാരം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ വെള്ളം, നമ്മുടെ ഗ്ലാസ്സിലെത്തുന്ന ഈ വെള്ളമില്ലേ, അതെവിടുന്നാ വരുന്നേ, ഉപയോഗം കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ എന്നൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളത്തിന്റെ പിന്നാലെ ഒരു യാത്ര പോവുകയാണ്, അതിന്റെ ആ അവിശ്വസനീയമായ യാത്രയുടെ കഥ കേൾക്കാൻ. സോപ്പ് പതയുന്നില്ല, കെറ്റിലിന്റെ ഉള്ളിൽ ഒരു വെളുത്ത പാട. ഇതൊക്കെ ഒരുപാട് പേർക്ക് നല്ല പരിചയമുള്ള കാര്യമായിരിക്കും അല്ലേ? ഈ ഒരു സാധാരണ പ്രശ്നത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ വെള്ളത്തിന്റെ യാത്രയുടെ ഒന്നാമത്തെ സ്റ്റേജിലേക്ക് തന്നെ പോണം. അവിടെയാണ് വില്ലൻ ഇരിക്കുന്നത്, കഠിനജലം. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ അതിനൊരു വെല്ലുവിളി നേരിടാനുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് ഈ പറയുന്ന കഠിനജലം? എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമായി മാറുന്നത്? ഇത് വളരെ സിമ്പിളാണ്. വെള്ളം ഭൂമിക്കടിയിലൂടെയൊക്കെ ഒഴുകി വരുമ്പോൾ അതിൽ കാൽഷ്യം, മാഗ്നീഷ്യം പോലുള്ള കുറേ ധാതുക്കൾ അലിഞ്ഞു ചേരും. ഇങ്ങനെ ധാതുക്കൾ ഒരുപാട് അലിഞ്ഞു ചേർന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ അഥവാ കഠിനജലം എന്ന് വിളിക്കുന്നത്. ഇത് കുടിച്ചാൽ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലാട്ടോ, പക്ഷെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും ഇതൊരു വലിയ തലവേദന തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ, എന്താ സോപ്പ് പതയാത്തതെന്ന്? അതിന്റെ കാരണം ഇതാണ്. ഈ കഠിനജലത്തിലുള്ള കാൽസ്യവും മഗ്നീഷ്യവും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുമായിട്ട് ചേരും. അപ്പോ ഒരുതരം മെഴുകുപോലത്തെ ഒരു സാധനമുണ്ടാകും. അതിനെയാണ് സ്കം എന്ന് പറയുന്നത്. ഇനിയിപ്പോ വലിയ വ്യവസായശാലകളുടെ കാര്യമെടുത്താലോ, അവിടെ ബോയിലറുകളുടെ ഉള്ളിലൊക്കെ ഈ ധാതുക്കൾ പറ്റിപ്പിടിച്ച് ഒരു പാടയുണ്ടാക്കും. അതിനാണ് സ്കെയിൽ എന്ന് പറയുക. ഇത് കാരണം ഒരുപാട് എനർജി നഷ്ടമാകും. ചില സാഹചര്യങ്ങളിൽ ഇത് വലിയ അപകടങ്ങൾക്ക് വരെ കാരണമായേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം എല്ലാം ഒരുപോലെയല്ല. രണ്ട് തരമുണ്ട്. ഒന്ന് താൽക്കാലിക കാഠിന്യം. ഇത് ബൈകാർബണേറ്റുകൾ കാരണമാണ് ഉണ്ടാകുന്നത്. ഇതിനെ മാറ്റാൻ എളുപ്പമാണ്, വെള്ളമൊന്ന് തിളപ്പിച്ചാൽ മതി. പക്ഷേ രണ്ടാമത്തേത് സ്ഥിരമായ കാഠിന്യമാണ്. ക്ലോറൈഡുകളും സൾഫേറ്റുകളും കാരണമുണ്ടാകുന്ന ഇത് വെറുതെ തിളപ്പിച്ചതുകൊണ്ട് മാത്രം പോകില്ല, അതിന് വേറെ ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടിവരും. ശരി, അപ്പോൾ കഠിനജലത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ വെള്ളം എങ്ങനെയാണ് യാതൊരു കുഴപ്പവുമില്ലാതെ സുരക്ഷിതമായി നമ്മുടെയൊക്കെ ഗ്ലാസുകളിലേക്ക് എത്തുന്നത്? വെള്ളം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോ നമ്മുടെ ജലസ്രോതസ് കടലാണെങ്കിലോ? നമുക്കറിയാം, ലോകത്തിലെ ഭൂരിഭാഗം വെള്ളവും സമുദ്രങ്ങളിലാണ്. ആ ഉപ്പുവെള്ളം എങ്ങനെ നമ്മൾ കുടിക്കുന്ന വെള്ളമാക്കി മാറ്റും? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി വരുന്നത്, റിവേഴ്സ് ഓസ്മോസിസ്. അതെ, നമ്മളെല്ലാം കേട്ടിട്ടുള്ള ആ ആറോ തന്നെ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. സാധാരണഗതിയിൽ, അതായത് ഓസ്മോസിസിൽ, ശുദ്ധജലം ഉപ്പുവെള്ളമുള്ള ഭാഗത്തേക്ക് ഒഴുകിയെത്താനാണ് ശ്രമിക്കുക. എന്നാൽ റിവേഴ്സ് ഓസ്മോസിസിൽ നമ്മളിതിനെ നേരെ തിരിച്ചിടുകയാണ്. നമ്മൾ ഉപ്പുവെള്ളത്തിന്റെ ഭാഗത്ത് നല്ല ഹൈ പ്രഷർ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒഴുക്കിന്റെ ദിശ നേരെ മാറും. ആ പ്രഷർ കാരണം ശുദ്ധജല തന്മാത്രകൾ മാത്രം ആ നേർത്ത പാടയിലൂടെ അപ്പുറത്തേക്ക് കടന്നുപോകും. ഉപ്പും മറ്റ് മാലിന്യങ്ങളുമെല്ലാം ഇപ്പുറത്ത് തന്നെ തങ്ങി നിൽക്കും. അപ്പോ വെള്ളത്തിലെ ഉപ്പും അഴുക്കുമൊക്കെ മാറ്റി. ഇനി എന്തു വേണം? അതിലെ അണുക്കളെ നശിപ്പിക്കണം. അതിന് പല വഴികളുണ്ട്. ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്നത് ക്ലോറിനേഷനാണ്. കാരണം അത് ഫലപ്രദമാണ്, ചെലവും കുറവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ വെള്ളത്തിനൊരു പ്രത്യേക രുചിയും മണവും വരാം. അടുത്ത ഓപ്ഷൻ ഓസോണാണ്. ഇത് വെള്ളത്തിന്റെ നിറവും മണവും രുചിയും ഒക്കെ മാറ്റാൻ ബെസ്റ്റാണ്. പക്ഷേ സംഭവം കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഒരു തുള്ളി കെമിക്കൽ പോലും ചേർക്കാതെ അണുക്കളെ കൊല്ലാനുള്ള വഴിയാണ് UV ലൈറ്റ്. പക്ഷെ പറയണ്ടല്ലോ, അതിന് ചെലവ് വളരെ കൂടുതലാണ്, നല്ല വൈദഗ്ധ്യവും വേണം. അങ്ങനെ നമ്മുടെ വെള്ളം കുടിക്കാനും ഉപയോഗിക്കാനുമൊക്കെ പാകത്തിനായി. പക്ഷേ നമ്മുടെ കഥ ഇവിടെ തീരുന്നില്ല. നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം ഈ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്നാണ് നമ്മുടെ യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്, മലിനജലത്തിന്റെ ലോകം, അതായത് സീവേജ്. സീവേജ്, ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥതയാണ് അല്ലേ? പക്ഷെ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ സീവേജിൽ നിങ്ങൾക്കറിയാമോ, 99% വെറും വെള്ളമാണ്. ബാക്കിയുള്ള ആ 1% നമ്മൾ ഒഴുക്കിവിടുന്ന എല്ലാത്തരം മാലിന്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. അപ്പോ ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? അതിന് പ്രധാനമായും 2 വഴികളുണ്ട്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന വിഘടനമാണ് ഒന്ന്. അതിനെ എയറോബിക് എന്ന് പറയും. ഇത് വളരെ ക്ലീൻ പ്രോസസ്സാണ്, ദുർഗന്ധമൊന്നും ഉണ്ടാകില്ല. ഇനി ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലോ? അതിനെ അനെറോബിക് വിഘടനം എന്ന് പറയും. ഇത് കുറച്ച് സ്മെല്ലി പരിപാടിയാണ്. ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ദുർഗന്ധമുള്ള ഗ്യാസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു ഗുണമുണ്ട്. ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റുന്ന ബയോഗ്യാസ് ഈ പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടും.
അപ്പോ ദുർഗന്ധമുണ്ടായാലും ഇല്ലെങ്കിലും ഈ മലിനജലം നമുക്ക് വെറുതെ പുഴയിലേക്കോ കടലിലേക്കോ ഒഴുക്കിവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ശുദ്ധീകരിക്കും? ഇവിടെയാണ് നമ്മുടെ അടുത്ത പ്രധാന വിഷയം വരുന്നത്: സീവേജ് ട്രീറ്റ്മെന്റ്. ഈ മലിനജല ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ്: പ്രൈമറി, സെക്കൻഡറി, പിന്നെ ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മുടെ വെള്ളം അതിന്റെ പഴയ ശുദ്ധമായ രൂപത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്ലീനിംഗ് ആണ്. ഒരു വലിയ അരിപ്പ പോലെയാണിത്. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വലിയ സാധനങ്ങളില്ലേ, പ്ലാസ്റ്റിക് കവറുകള്, മരകഷ്ണങ്ങള്, അങ്ങനെയുള്ളതെല്ലാം സ്ക്രീനുകൾ ഉപയോഗിച്ച് അരിച്ചുമാറ്റുന്നു. അതിനുശേഷം ഈ വെള്ളം വലിയ ടാങ്കുകളിൽ കുറേ നേരം അനക്കാതെ വയ്ക്കും. അപ്പോൾ ഭാരമുള്ള മണലും ചെളിയുമൊക്കെ താഴെ അടിയും. ചിലപ്പോൾ വളരെ ചെറിയ കണങ്ങളെ ഒരുമിച്ചു കൂട്ടാൻ ആലം പോലുള്ള രാസവസ്തുക്കൾ ചേർത്ത് അവയെ മടിയിക്കും. ഇനി നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ഈ പ്രോസസ്സിലെ യഥാർത്ഥ ഹീറോകൾ വരുന്നത്: സൂക്ഷ്മാണുക്കൾ, അതായത് നല്ല ബാക്ടീരിയകൾ. ഈ ഘട്ടത്തിൽ കോടിക്കണക്കിന് വരുന്ന ഈ സൂക്ഷ്മാണുക്കൾ വെള്ളത്തിലുള്ള ജൈവമാലിന്യങ്ങളെ മുഴുവൻ ഭക്ഷണമാക്കി അതിനെ വിഘടിപ്പിച്ച് ഇല്ലാതാക്കുന്നു. ഇതിന് പ്രധാനമായും 2 രീതികളുണ്ട്. ഒന്നുകിൽ ട്രിക്ലിംഗ് ഫിൽട്ടറുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. ഇതില് വെള്ളത്തിലേക്ക് ധാരാളം ഓക്സിജൻ പമ്പ് ചെയ്ത് ഈ ബാക്ടീരിയകളെ കൂടുതൽ ആക്റ്റീവാക്കി ഈ പണി വളരെ വേഗത്തിൽ ചെയ്യിച്ചെടുക്കും. അപ്പം നമ്മുടെ വെള്ളം ഒരുവിധം ക്ലീനായി. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പാണ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ഇതൊരു ഫൈനൽ പോളിഷിംഗ് പോലെയാണ്. വെള്ളത്തിൽ അപ്പോഴും ബാക്കിയുണ്ടായേക്കാവുന്ന ഫോസ്ഫറസ്, നൈട്രജൻ സംയുക്തങ്ങളെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. എല്ലാത്തിനും ഒടുവിൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അവസാനമായി ഒന്നുകൂടി ക്ലോറിനേഷൻ നടത്തി അവശേഷിക്കുന്ന രോഗാണുക്കളെയും കൊന്നൊടുക്കി വെള്ളം പൂർണ്ണമായും സുരക്ഷിതമാക്കി പുഴയിലേക്കോ കടലിലേക്കോ ഒഴുക്കിവിടുന്നു. ശരി, അപ്പം നമ്മുടെ വെള്ളം ഈ പറഞ്ഞ കടമ്പുകളെല്ലാം കടന്ന് ശുദ്ധമായി. പക്ഷേ ഈ വെള്ളം ശരിക്കും എത്രത്തോളം ശുദ്ധമാണ്? അത് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? അവിടെയാണ് വെള്ളത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കാർഡ് വരുന്നത്. വെള്ളത്തിന്റെ ആരോഗ്യമളക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ റിപ്പോർട്ട് കാർഡിലെ ആദ്യത്തെ കാര്യമാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ, അഥവാ DO. അതായത് വെള്ളത്തിൽ എത്രത്തോളം ഓക്സിജൻ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം വെള്ളത്തിലുള്ള മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും ശ്വാസമെടുക്കാൻ ഈ ഓക്സിജൻ വേണം. DOയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് പറയാം ആ ജലാശയം ശരിക്കും ശ്വാസമുട്ടുകയാണ് എന്ന്. അടുത്തതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അഥവാ BOD. ഇത് വെള്ളത്തിലെ മലിനീകരണത്തിന്റെ ഒരു പ്രധാന അളവുകോലാണ്. ലളിതമായി പറഞ്ഞാൽ വെള്ളത്തിലുള്ള ജൈവമാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ അവിടുത്തെ സൂക്ഷ്മാണുക്കൾക്ക് എത്രത്തോളം ഓക്സിജൻ വേണം എന്നതിന്റെ കണക്കാണിത്. അതായത് മാലിന്യം കൂടുന്തോറും സൂക്ഷ്മാണുക്കൾക്ക് കൂടുതൽ വിശക്കും, അവർക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടിവരും. അപ്പോൾ BOD കൂടുതലാണെങ്കിൽ അതിനർത്ഥം വെള്ളത്തിലെ മലിനീകരണവും കൂടുതലാണ് എന്നാണ്. ഇനി അടുത്തത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അഥവാ COD. ഇത് കുറച്ചുകൂടി വിശാലമായ ഒരളവാണ്. BOD അളക്കുന്നത് ജൈവപരമായി വിഘടിക്കാൻ കഴിയുന്ന മാലിന്യങ്ങളെ മാത്രമാണെങ്കിൽ COD വെള്ളത്തിലുള്ള എല്ലാ തരം ഓക്സീകരിക്കാവുന്ന മാലിന്യങ്ങളെയും അളക്കും. അതായത് ജൈവമായാലും അജൈവമായാലും കെമിക്കലുകൾ ഉപയോഗിച്ച് ഓക്സീകരിക്കാൻ പറ്റുന്ന എല്ലാറ്റിനെയും ഇത് കണക്കിലെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: CODയുടെ അളവ് എപ്പോഴും BODയേക്കാൾ കൂടുതലായിരിക്കും. കാരണം വളരെ ലളിതമാണ്. COD വെള്ളത്തിലെ ടോട്ടൽ മാലിന്യത്തിന്റെ ഒരു ഏകദേശ ചിത്രം തരുമ്പോൾ BOD അതിൽ സൂക്ഷ്മാണുക്കൾക്ക് വിഘടിപ്പിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമാണ് അളക്കുന്നത്. അപ്പോ ഒരു തുള്ളി വെള്ളത്തിന്റെ ഈ വലിയ യാത്ര നമ്മൾ കണ്ടുകഴിഞ്ഞു. പാറകളിൽ തട്ടി കഠിനജലമായി തുടങ്ങി പലതരം ഫിൽറ്ററുകളിലൂടെയും ട്രീറ്റ്മെന്റുകളിലൂടെയും കടന്നുപോയി നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് മലിനജലമായി മാറി ഒടുവിൽ ലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ സ്വയം ശുദ്ധീകരിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചുപോകുന്നു. ഇതൊരു ചാക്രികമായ യാത്രയാണ്. ഈ ഒരു വലിയ പ്രോസസ് മനസ്സിലാക്കിയതിനു ശേഷം ഇനി നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ശുദ്ധജലം എന്ന വാക്കിന് നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ അർത്ഥമുണ്ടാകുമോ?